ആലപ്പുഴ അമ്പലപ്പുഴയിലെ കരൂരിൽ നിന്ന് ഞെട്ടിപ്പിക്കുന്ന കൊലപാതകത്തിന്റെ വാർത്ത 24 രാവിലെ പുറത്തുവിട്ടു. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി വിജയലക്ഷ്മിയെ കൊന്നു കുഴിച്ചുമൂടി കോൺക്രീറ്റ് ചെയ്തെന്നാണ് കരുനാഗപ്പള്ളി പോലീസ് പറയുന്നത്. പ്രതി കരൂർ ജയചന്ദ്രൻ പോലീസിന്റെ പിടിയിലായി. കട്ടിംഗ് പ്ലെയർ കൊണ്ട് തലക്കടിച്ചാണ് കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. ഈ മാസം 7-ാം തീയതിയാണ് ഞെട്ടിക്കുന്ന ഈ കൊലപാതകം കരൂരിൽ അരങ്ങേറിയത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അരുൺ രാജ് ഈ വാർത്ത ആദ്യം 24 പുറത്തുവിട്ട അരുൺ രാജ് നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ രാജ്, ഈ പോലീസിന് ഈ കൊലപാതകത്തിലെ ഒരു സംശയം തോന്നാനുള്ള കാര്യം എന്താണ്? റീന സതീശൻ പറയുന്നത് ദൃശ്യൽ മോഡൽ കൊലപാതകമാണിതെന്നാണ്. എത്രാമത്തെ കൊലപാതകമാണ് നാം കേൾക്കുന്നത്? ദൃശ്യ മോഡൽ കൊലപാതകമാണെങ്കിൽ ദൃശ്യ മോഡലിൽ തന്നെ അന്വേഷിച്ച് പ്രതിയെ പിടിക്കണമെന്ന് ആൽഫയും പറയുന്നു. പറയൂ അരുൺ രാജ്. എസ് കെ, എന്തായാലും ഒരു സിനിമ മനുഷ്യരിലുണ്ടാക്കിയ സ്വാധീനം എത്രത്തോളം വലുത് എന്ന് തെളിയിക്കുന്നതാണ് ഈ കൊലപാതകം. ഇത് മോശമായൊരു സ്വാധീനമാണെങ്കിൽ പോലും അത് വളരെ വലുതാണ്. എന്തായാലും ഈ സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. നവംബർ 13 ഉച്ചയ്ക്ക് ഒരു പരാതി കരുനാഗപ്പള്ളി പോലീസിൽ ലഭിക്കുകയാണ്. വിജയലക്ഷ്മിയുടെ സഹോദരി ഗീതയാണ് ഈ പരാതിയുമായി കരുനാഗപ്പള്ളി പോലീസിന് മുമ്പാകെ എത്തുന്നത്. തൻ്റെ സഹോദരിയെ കാണാനില്ല എന്നതായിരുന്നു ഈ പരാതിയിൽ പ്രധാനമായും പറഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നവംബർ 6 മുതലാണ് പരാതിക്കാരി ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ഈ വിജയലക്ഷ്മിയെ കാണാതായത് എന്നതാണ് ഗീത ഈ പരാതിയിൽ ആരോപിച്ചത്. ആദ്യഘട്ടത്തിൽ പോലീസ് ഈ വിജയലക്ഷ്മിയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ തേടി. ആ വിജയലക്ഷ്മി കരുനാഗപ്പള്ളി അഴീക്കൽ തുറമുഖത്തെ ഒരു ജീവനക്കാരിയാണ്, താൽക്കാലിക ജീവനക്കാരിയാണ്. അതുമായി ബന്ധപ്പെട്ട ആരൊക്കെയുമായി സൗഹൃദമുണ്ട് എന്നതാണ് പോലീസ് തേടിയത്. ഈ സൗഹൃദത്തെ സംബന്ധിച്ച വിവരങ്ങൾ അവസാനം ഫോണിന്റെ CDR പരിശോധനയിലേക്ക് കടന്നു. ഈ CDR പരിശോധനയിലാണ് നവംബർ 7 വരെ ഈ ഫോൺ ആക്റ്റീവ് ആയിരുന്നതായി പോലീസിന് മനസ്സിലാകുന്നത്. പക്ഷേ നവംബർ 7 ഫോൺ ആക്റ്റീവ് ആകുമ്പോൾ അമ്പലപ്പുഴയിലാണ് അവസാനമായി ഈ ടവർ ലൊക്കേഷൻ പോലീസിന് ഈ കണ്ടെത്താൻ കഴിഞ്ഞത്. ഇത് അപ്പോത്തിക്കിരി പാടം, അങ്ങനെയാണ് ഈ സ്ഥലത്തിനെ അറിയപ്പെടുന്നത്. ഈ സ്ഥലത്തിന്റെ ഭാഗത്ത് വെച്ചാണ് ഈ പോലീസിന്റെ ടവർ ലൊക്കേഷൻ അവസാനമായി ഫോൺ കട്ടാവുകയും പിന്നീട് എറണാകുളത്ത് വെച്ച് ഈ ഫോൺ ഓൺ ആവുകയും ചെയ്തതായാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ഈ അവസാനമായി ഈ കണ്ടെത്തിയ ഫോൺ ലൊക്കേഷനുമായി ബന്ധപ്പെട്ട ലാസ്റ്റ് കോളുകൾ അതാണ് പോലീസ് ശേഖരിച്ചത്. ഈ 6-ാം തീയതി രാത്രി 7:40 ഒരു ഫോൺ ഈ വിജയലക്ഷ്മിയുടെ ഫോണിലേക്ക് വരുന്നുണ്ട്. ആ ഫോണാണ് ഈ ജയചന്ദ്രൻ എന്ന വ്യക്തിയിലേക്ക് എത്തുന്നത്. ജയചന്ദ്രനുമായി എന്താണ് ഈ വിജയലക്ഷ്മിക്ക് ബന്ധമെന്ന് പോലീസ് പിന്നീട് അന്വേഷിച്ചു. പക്ഷേ ജയചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയിൽ മാത്രമായിരുന്നില്ല പോലീസിന്റെ അന്വേഷണം. മറ്റ് 3 പേരിലേക്കും പോലീസ് അന്വേഷണം ഉണ്ടായിരുന്നു. ഈ 3 പേരെയും മാറിയും തിരിഞ്ഞും പോലീസ് ചോദ്യം ചെയ്തു. ഒടുവിൽ ജയചന്ദ്രനിലെത്തി. പക്ഷേ ജയചന്ദ്രൻ ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞ കാര്യങ്ങളിൽ അടിമുടി അവ്യക്തതയും കളവുമാണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നത്. ഈ അമ്പലപ്പുഴയിൽ താൻ വിജയലക്ഷ്മിയെ കണ്ടിട്ടില്ല, ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നില്ല എന്നായിരുന്നു പോലീസിനോട് ആദ്യം പറഞ്ഞതെങ്കിൽ ടവർ ലൊക്കേഷനും ഇതുമായി ബന്ധപ്പെട്ട CDR-ഉം പരസ്പരം ബന്ധിപ്പിക്കുന്നതാണെന്ന് പോലീസ് മനസ്സിലാക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ ജയചന്ദ്രനിൽ തന്നെ അന്വേഷണം മുറിവിപ്പിക്കുന്നത്, അന്വേഷണം ആഴത്തിൽ കൊണ്ടുപോകുന്നത്. ജയചന്ദ്രനെ പിന്നീട് ചോദ്യം ചെയ്ത ഘട്ടത്തിൽ ജയചന്ദ്രൻ താൻ ഈ കൊലപാതകം ചെയ്തിട്ടില്ല, തനിക്കിതറിയില്ല, വിജയലക്ഷ്മി തന്റെ സുഹൃത്താണ്, താൻ ഒരു വട്ടം കണ്ടത് ഓച്ചിറ അമ്പലത്തിൽ വെച്ച് മാത്രമാണ്, അതിനപ്പുറം താൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. പക്ഷേ ഇത് അല്ല എന്ന് പോലീസ് മനസ്സിലാക്കുകയും ഈ വീട്ടിലേക്ക് 6-ാം തീയതി രാത്രി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. 7-ാം തീയതിയാണ് വീട്ടിൽ, അതായത് 7-ാം തീയതി പുലർച്ചെയോടെയാണ് ഈ വീട്ടിൽ കൊലപാതകം നടക്കുന്നത് എന്ന് പോലീസ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആ കൊലപാതകത്തിന് ശേഷം എന്ത് നടന്നു എന്നറിയാനുള്ള പോലീസിന്റെ ഒരു അന്വേഷണം അത് 3 ദിവസമായി നടന്നു. പക്ഷേ പോലീസ് അന്വേഷണം അതീവ രഹസ്യമായി, നാട്ടുകാരെ പോലും വലിയ സംശയത്തിനിട നൽകാതെയായിരുന്നു പോലീസ് അന്വേഷണം നടത്തിയത്. കൊല ചെയ്ത ശേഷം മൃതദേഹം ഈ വീടിന് സമീപത്തെ മറ്റൊരു വീട്ടിൽ കുഴിച്ചിട്ടു എന്നതാണ് പോലീസിന് മുമ്പാകെ ജയചന്ദ്രൻ നൽകിയിരിക്കുന്ന മൊഴി. പക്ഷേ അതിനെ സാധൂകരിക്കുന്ന 3 തെളിവുകളാണ് പോലീസിന് മുമ്പാകെ എത്തിയത്. നമ്മൾ ഈ കാണുന്ന ഈ വീടിന്റെ അടുക്കളയിൽ ചില കത്തിക്കരിഞ്ഞ അവശിഷ്ടങ്ങൾ പോലീസിനെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അത് പോലീസ് പ്രാഥമികമായി ഇത് മനസ്സിലാക്കിയ പോലീസ് ഇതെന്താണെന്ന് പരിശോധിച്ചു. വസ്ത്രങ്ങൾ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ് കത്തിച്ചതാണ്, അതാണ് പോലീസ് ഒടുവിൽ ഉറപ്പിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇത് ആരുടേതാണ് എന്ന് തിരക്കി. അങ്ങനെയാണ് വിജയലക്ഷ്മിയിലേക്ക് എത്തുന്നതും ഈ കൊലപാതകം സംബന്ധിച്ച വിവരങ്ങൾ പോലീസിന് മുമ്പാകെ ഇപ്പോൾ ലഭിക്കുകയും ചെയ്തിട്ടുള്ളത്. എസ്കേൻ. ഓക്കെ, അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത്. ജൂലി ജോർജ് പറഞ്ഞ എസ്കേൻ ഷോയിൽ എന്തൊക്കെയാണ് കേൾക്കുന്നത്? ഇതൊക്കെ കേൾക്കുമ്പോൾ നാട്ടിൽ സെറ്റിലാകാൻ പേടിയാക്കുന്നു. ജൂലി ജോർജ് അങ്ങനെയൊന്നും പേടിക്കരുത്, നാട്ടിൽ സെറ്റിൽ ചെയ്യാം. ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ലേ. ഭാനുമതി പറയുന്നു എത്രയോ കൊലപാതകങ്ങൾ പെരുമ്പാവൂർ ജിഷ തുടങ്ങി ഒരുപാട് പേരെ സ്ലാബിട്ട് മൂടിയിട്ടുണ്ട്. വെളിച്ചത്ത് വരുന്ന സത്യങ്ങൾ ബാക്കിയാകും. അത് എത്രയൊക്കെ ശ്രമിച്ചാലും ഒരു തെളിവ് ബാക്കിയാക്കും പോലീസിന് പിടിച്ചെടുക്കാൻ വേണ്ടി. അതുതന്നെയായിരിക്കും ചിലപ്പോൾ ഈ കാര്യത്തിലും സംഭവിച്ചത്. ഇന്ന് ഈ അരുൺ രാജാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. 7-ാം തീയതി മുതലാണ് ഈ സ്ത്രീയെ കാണാതായത്. ഈ കൊലപാതകം 6-ാം തീയതി മുതൽ തന്നെ കാണാതായി. 7-ാം തീയതി ഈ സ്ത്രീയെ കൊലപ്പെടുത്തി എന്നാണ് ഇപ്പോൾ പോലീസിൻ്റെ സംശയം.